ഇപ്പോൾ വഖഫാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി രാജ്യമെമ്പാടും നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്, UDFന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ തളിപ്പറമ്പിലെ വിഷയത്തിൽ സംസാരിച്ചത്. അതായത് ഒരു വശത്ത് വഖഫിനെതിരെ, വഖഫ് നിയമ ഭേദഗതിക്കെതിരെ റാലി നടത്തുന്ന മുസ്ലിം ലീഗ്, മറുവശത്ത് അതേ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ഭൂമി അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണ് തളിപ്പറമ്പിൽ നമ്മൾ കണ്ടത്. അവിടെ തളിപ്പറമ്പിൽ പള്ളി കമ്മിറ്റി പാട്ടത്തിന് കൊടുത്ത ഭൂമി സ്വന്തം ഭൂമിയാക്കി മാറ്റാൻ കള്ള സത്യവാങ്മൂലമടക്കം നൽകിയിരിക്കുകയാണ്. ഒടുവിൽ ഈ കള്ളം പിടിക്കപ്പെടുമ്പോൾ അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ ശ്രമിക്കുന്ന ലീഗ് നേതൃത്വത്തെ നമ്മൾ തളിപ്പറമ്പിൽ കാണുകയാണ്. M. സന്തോഷ് കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സന്തോഷ്, ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് കോടതിയിൽ തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട് കൊടുത്ത സത്യവാങ്മൂലത്തിൽ ആ കോളേജിന്റെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നാണ്. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണോ? അത്രമാത്രം നിഷ്കളങ്കരാണോ അവിടെ ഇരിക്കുന്ന ആ ലീഗുകാർ? മനു, ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട്, തളിപ്പറമ്പിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗ് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. കാരണം ലീഗിനെതിരെ, ലീഗ് നേതൃത്വത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ നിന്നും അതോടൊപ്പം തന്നെ ലീഗിന്റെ അണികൾക്കിടയിൽ നിന്നും തന്നെയാണ്. കാരണം ഈ നിലവിൽ ഈ വഖഫ് വിഷയം വളരെ വലിയ ചർച്ചയായി രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിന് ഈ വഖഫ് ബില്ലിന് വേണ്ടി വാദിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഈ കണ്ണൂരിലെ ലീഗ് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. കാരണം ഇവർ ഈ വഖഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ വഖഫ് ബിൽ പാസ്സാക്കിയതിന് തൊട്ടു പിന്നാലെയാണ്. അതിലെ വഖഫ് അതിൻ്റെ ഈ വഖഫ് ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ അതുൾപ്പെടെ അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഈ സത്യവാങ്മൂലം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലായ ലീഗ് ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കണ്ടെത്തിയിട്ടുള്ള മാർഗം അഭിഭാഷകനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ലീഗിന്റെ നേതൃത്വം, ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി വ്യക്തമാക്കിയത്. ഇത് ഈ സർ സെയ്ദ് കോളേജ് ഇപ്പോൾ ഉള്ള സ്ഥലം, ആ സ്ഥലം വഖഫ് ഭൂമി അല്ല എന്നുള്ള സത്യവാങ്മൂലം അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു, അഭിഭാഷകന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് എന്നുള്ളതായിരുന്നു വിശദീകരണം. ഒരു തരത്തിലും നട്ടാൽ കുരുക്കാത്ത ഒരു നുണയാണത്. കാരണം ഇത്രയും വലിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ തീർച്ചയായും അത്, പ്രത്യേകിച്ചും ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമാണ് അതിന്റെ ഭാരവാഹി സ്ഥാനങ്ങളിൽ, ട്രസ്റ്റ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പരിശോധന പോലും നടത്താതെ, പ്രാഥമിക പരിശോധന പോലും നടത്താതെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കും എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് വിവാദമായതിന് പിന്നാലെ തടിയൂരാനുള്ള ഒരു മാർഗമായാണ് ഈ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തടി തപ്പാനുള്ള ഒരു ശ്രമം ലീഗ് നടത്തുന്നത്. പക്ഷേ ഈ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഉയർന്നു വന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഒരു നിയമ വ്യവഹാരത്തിന്റെ കാര്യം? എന്തായിരുന്നു ഇപ്പോൾ? എന്തിനാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്? എന്താണ് അങ്ങനെ ഒരു സത്യവാങ്മൂലത്തിന്റെ സാഹചര്യം? എന്താണ്? അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ ലീഗ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലീഗ് ഈ സത്യവാങ്മൂലം കൊടുത്തത് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് നരിക്കോട് ഇല്ലത്തിന്റെ വക ഉള്ള സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ വഖഫ് എന്ന് വളരെ കൃത്യമായി ആ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സത്യവാങ്മൂലം നിയമപരമായ ഒരു രേഖയായി അത് മാറുമ്പോൾ അതുണ്ടാക്കുന്ന തിരിച്ചടികൾ വളരെ വലുതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള വിശ്വാസികളും മഹല്ലിന് കീഴിലുള്ള അംഗങ്ങളും എല്ലാം തന്നെയും വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തലയൂരാൻ ലീഗ് നേതൃത്വം ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ലീഗിനെതിരെയുള്ള പ്രതിഷേധം ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. മനു, അതായത് ഇവിടെ ലീഗിനെ തിരുത്തിക്കുന്നത്, അല്ലെങ്കിൽ ലീഗിന് ഇപ്പോൾ മുഖം രക്ഷിക്കാൻ ഈ കള്ളം മാറ്റി പറയേണ്ടി വരുന്നത് സ്വന്തം പാളയത്തിൽ നിന്നടക്കം ഉയർന്നു വന്ന ആക്ഷേപങ്ങളാണോ? അതായത് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും വിമർശിക്കുന്ന ഒരു സാഹചര്യമാണോ അവിടെ ഉണ്ടായത്? അതങ്ങനെ നിൽക്കുന്നു. അതിന് മറുപടി പറയണം സന്തോഷ്. മറ്റൊരു കാര്യം കൂടി, ഈ ലീഗ് കാണിച്ച ഈ പരിപാടി ഉണ്ടാക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം എന്താണെന്നറിയാമോ? അവിടെ BJPക്ക് അനായാസം ഒരു സ്പേസ് കൊടുക്കുകയാണ്. BJPക്ക് രാജ്യത്തെമ്പാടും പറയാൻ പറ്റും, നോക്കൂ, തളിപ്പറമ്പിൽ, കണ്ണൂരിൽ മുസ്ലിം ലീഗ് നേതൃത്വം വഖഫ് ഭൂമി കട്ടെടുക്കാൻ നോക്കി. ഇത്തരത്തിലുള്ള അനധികൃത ഇടപെടലുകൾ തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നത്. അതിനെ ഇവരെല്ലാവരും ഒന്നിച്ചെതിർക്കുകയാണ് എന്ന് പറയാൻ BJPക്ക് അവസരം കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്.
തീർച്ചയായും അതുതന്നെയാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം മനു സൂചിപ്പിച്ച കാര്യം ലീഗിനകത്ത് നിന്ന് തന്നെ ഉയർന്നിട്ടുള്ള പ്രതിഷേധമാണ്. അതായത് ലീഗ് അണികൾ ഇത് നേതൃത്വം ഇത്തരത്തിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് ലീഗിന്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുള്ളത്. കാരണം അത് പള്ളിയുടെ കീഴിലുള്ള സ്ഥലമാണ്, ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള സ്ഥലമാണെന്ന് അവിടെയുള്ള പരമ്പരാഗതമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു വസ്തുത നിലനിൽക്കെ തന്നെ ഈ വഖഫ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി 25 ഏക്കർ സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ ഒരു ശ്രമം അത് കേവലമായ ഒരു 25 ഏക്കർ സ്ഥലത്തിന്റെ വിഷയമായല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം മുഴുവൻ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു വിഷയമായി ഈ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചില ലൂപ്പ് ഹോളുകൾ കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ കുതന്ത്രമാണ് ഈ ലീഗ് നേതൃത്വം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് അണികൾക്കിടയിൽ നിന്നും മഹലിൽ ഉൾപ്പെട്ടിട്ടുള്ള വിശ്വാസികളിൽ നിന്നിടയിൽ നിന്നുമെല്ലാം വലിയ പ്രതിഷേധം ഉയരുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ ലീഗിന് കഴിയാതെ വരികയും അതിനെ ഒരു അഭിഭാഷകന്റെ തലയിൽ ഇട്ട് കെട്ടിവെച്ച് അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമം നടക്കുന്നത്. അതൊരു ഭാഗത്തുണ്ടെങ്കിലും അത് ഇപ്പോഴും ഈ വിശദീകരണമൊന്നും ജനങ്ങൾ, അതായത് ഈ പ്രതിഷേധിക്കുന്നവർ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ആ പ്രതിഷേധങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മനു സൂചിപ്പിച്ച രണ്ടാമത്തെ വിഷയം, സംഘപരിവാറിന് കൃത്യമായിട്ടുള്ള ഒരു ആയുധം കയ്യിലേക്ക് നൽകുകയായിരുന്നു തളിപ്പറമ്പിലെ കണ്ണൂരിലെ ലീഗ് എന്നുള്ളതാണ്. കാരണം ഇതിനോടകം തന്നെ അത്തരത്തിലുള്ള സംഘപരിവാർ ഹാൻഡിലുകൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല പ്രത്യക്ഷമായി തന്നെ അവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ രംഗത്തെത്തി. എന്താണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം? ഈ ലീഗിന്റെ നേതൃത്വം നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് നരിക്കോട് ഇല്ലത്തിന്റെ വകയായിരുന്നു ഈ സ്ഥലം, അതാണ് കോളേജിന് നൽകിയത് എന്നുള്ളതാണ്. അവിടെ ഉയർന്നു വരുന്ന ചോദ്യം, ഇത്തരത്തിലുള്ള വഖഫ് ഭൂമിയെല്ലാം ആ ഒരു തരത്തിലുള്ള ഹൈന്ദവരുടേതാണ്. അത് തന്നെയാണ് ഇവിടെ പലരും ഉപയോഗിച്ച് ഇപ്പോൾ ഈ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവരുടെയും എല്ലാം ഭൂമിയാണ് പിന്നീട് വഖഫ് ആയി മാറിയത് എന്നുള്ള ആ വാദം, അത് ഈ സംഘപരിവാർക്കാർ ഉയർത്തുന്ന വാദം, അതിന് ഒരു മരുന്നിട്ട് കൊടുക്കുകയാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. അതിന്റെ കണ്ണൂരിൽ അതുമായി ബന്ധപ്പെട്ട നിരവധി, ഇപ്പോൾ BJP യും സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ സമാനമായിട്ടുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു സത്യവാങ്മൂലത്തിലൂടെ ഈ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിയ ഈ സത്യവാങ്മൂലത്തിലൂടെ ഒരു സാമുദായിക സ്പർദ്ധ കൂടി ഒരു മരുന്നിടുന്ന നിലപാടാണ് ലീഗിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ലീഗിനെതിരെയുള്ള ഈ ഒരു എതിർപ്പ് പ്രത്യേകിച്ചും പല കോണുകളിൽ നിന്നുൾപ്പെടെ ഉയർന്നു വരുന്ന സാഹചര്യം നിലവിലുള്ളത്. മനു, ശരി, ഏതായാലും വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ സന്തോഷ് നമ്മളോട് ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ പുറത്തേക്ക് വരുന്നത് മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ, UDFന്റെ ഇരട്ടത്താപ്പാണ്. നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഏത് രീതിയിലായിരിക്കുമെന്ന് അറിയാമല്ലോ. ചോദിക്കുന്നവരെ പരിഹസിക്കുകയായിരിക്കും. ഞങ്ങളല്ലാതെ വേറെ ആരും ചോദിക്കാൻ പോകില്ല, അത് വേറെ കാര്യം. നമ്മളോട് പരിഹാസം മാത്രമായിരിക്കും മറുപടി വരിക. മുസ്ലിം ലീഗ് ആണെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാനുമില്ല. അവർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വലിയ റാലി സംഘടിപ്പിച്ചിരുന്നു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ. ആ റാലി സംഘടിപ്പിച്ച മുസ്ലിം ലീഗാണ് കോഴിക്കോട് നിന്ന് ഒരു 90-95 കിലോമീറ്റർ അപ്പുറം തളിപ്പറമ്പിൽ പോയിട്ട് ഈ വഖഫ് ഭൂമി അടിച്ചു മാറ്റാൻ, അത് പള്ളിയുടെ സ്ഥലമല്ല ഒരു ഇല്ലത്തിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി സത്യവാങ്മൂലം കൊടുക്കുന്നത്. ഇത് വിമർശിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവർ അത് സമുദായത്തിന് നേരെയുള്ള വിമർശനമാക്കി മാറ്റും. അതാണല്ലോ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഇരവാദം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് നടക്കില്ല. കാരണം സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ലീഗിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു, ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ അവർക്ക് ഇത് തിരുത്തേണ്ടി വന്നത്.